ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പല പേഴ്സണാലിറ്റികളും പല ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള വ്യക്തിത്വം ഉള്ളവരാണ്. അതുപോലെ തന്നെ അവർ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരുമാണ്. അപ്പൊ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കും. എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഇറിറ്റേറ്റിംഗ് ആൻഡ് അനോയിങ് പേഴ്സൺസ് അല്ലെ, മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സൺസിനെ ഒരു എക്സ്പ്രഷനിലൂടെ വിശേഷിപ്പിക്കും. എന്താണെന്നറിയാമോ? എ പെയിൻ ഇൻ ദ നെക്ക്. എ പെയിൻ ഇൻ ദ നെക്ക്. ഒരു പെയിൻ എന്ന് പറയുമ്പോഴേക്കും ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. അപ്പൊ അതുപോലെ ഈ പേഴ്സൺസും എ പെയിൻ ഇൻ ദ നെക്ക് എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ സെന്റൻസുകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. ജീന ഈസ് എ റിയൽ പെയിൻ ഇൻ ദ നെക്ക് വിത്ത് ഹെർ കോൺസ്റ്റന്റ് കംപ്ലൈനിങ് നേച്ചർ. ഓക്കെ, അപ്പൊ ജീന എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? അവൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കംപ്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതുകൊണ്ട് ആ ഒരു സ്വഭാവം കൊണ്ട് അവൾ ഒരു പെയിൻ ഇൻ ദ നെക്ക്, അതായത് ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആയിട്ട് മാറി എന്നാണ് ഇതിന്റെ അർത്ഥം. ഹെർ സ്നോറിംഗ് ഈസ് എ പെയിൻ ഇൻ ദ നെക്ക്. ഹെർ സ്നോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കൂർക്കം വലി അല്ലെ. അവളുടെ കൂർക്കം വലി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള, അതായത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവളൊരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഹിസ് ബ്രദർ ഈസ് എ പെയിൻ ഇൻ ദ നെക്ക്. അവന്റെ സഹോദരൻ ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ്. അവന്റെ സഹോദരൻ ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ലെയ്ഡ് ബാക്ക്. ലെയ്ഡ് ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രശ്നവും ഇല്ലാതെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങൂല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ. അതായത് ഒരു സ്ട്രെസ്സും ഇല്ല, സ്ട്രെയിനും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അവർ ഈസി ആയിട്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ലെയ്ഡ് ബാക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഷീ ഈസ് വെരി ലെയ്ഡ് ബാക്ക് ഇൻ ഹെർ എക്സാംസ്. ഷീ ഈസ് വെരി ലെയ്ഡ് ബാക്ക് ഇൻ ഹെർ എക്സാംസ്. അവളുടെ പരീക്ഷകളിലൊക്കെ അവൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് വേറെ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഷീ ഈസ് റിലാക്സ്ഡ് ഇൻ ഹെർ എക്സാംസ്, അതായത് ഷീ ഈസ് വെരി ലെയ്ഡ് ബാക്ക് ഇൻ ഹെർ എക്സാംസ്. രൂപ ഡസന്റ് കെയർ അബൌട്ട് ഹെർ പ്രോബ്ലംസ്. ഷീ ഈസ് എ ലെയ്ഡ് ബാക്ക് പേഴ്സൺ. രൂപ ഡസന്റ് കെയർ അബൌട്ട് ഹെർ പ്രോബ്ലംസ്. രൂപയ്ക്ക് അവളുടെ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമല്ല. ഷീ ഈസ് എ ലെയ്ഡ് ബാക്ക് പേഴ്സൺ. അവൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കരുതുന്ന ഒരു വ്യക്തിയാണ്. എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് കരുതുന്ന ഒരു ലെയ്ഡ് ബാക്ക്, അതായത് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. അതായത് ഇപ്പൊ എന്തെങ്കിലും സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്തും ചില ആളുകളുണ്ട്, അവരാണ് ആ പാർട്ടിയിലെ എല്ലാവരുടെ ശ്രദ്ധാകേന്ദ്രം. അതായത് നല്ല എനർജറ്റിക് ആയിട്ട് ഒത്തിരി ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ പറയുന്നത് ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി എന്ന്. ഷീ ഓൾവേസ് ക്രാക്സ് മെനി ജോക്സ് ആൻഡ് ഷീ ഈസ് റിയലി ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. ഷീ ക്രാക്സ് മെനി ജോക്സ്. അവൾ ഒത്തിരി തമാശകൾ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവളായിരിക്കും ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തി. ആൻഡ്രൂ wants to be the life and soul of the party, but he cannot do it because he is an introvert person. Okay, Andrew wants to be the life and soul of the party. ആൻഡ്രൂവിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാർട്ടി, അതായത് സോഷ്യൽ ഫങ്ഷൻസ് നടക്കുന്ന സമയത്തൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് മറ്റുള്ളവരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട്, അതായത് അന്തർമുഖനായതുകൊണ്ട് തന്നെ അവന് അതിന് കഴിയുന്നില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് എ പീപ്പിൾ പേഴ്സൺ. എ പീപ്പിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് സമ്മതനായിട്ടുള്ള ഒരു വ്യക്തിയെ പീപ്പിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ പീപ്പിൾ പേഴ്സൺ എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്. ഹി വർക്ക്സ് എ ലോട്ട് ഫോർ ദ പീപ്പിൾ ആൻഡ് ഹി ഈസ് എ പീപ്പിൾ പേഴ്സൺ. അത് ഈസി അല്ലേ പറയാൻ അല്ലേ? അവൻ പറയും, അവൻ
ഒത്തിരി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് തന്നെ അവനൊരു പീപ്പിൾ പേഴ്സൺ ആണ്. അടുത്തത് റിയൽ സോഷ്യൽ വർക്കർ ഈസ് എ പീപ്പിൾ പേഴ്സൺ അല്ലെ. ശരിക്കും ഒരു സാമൂഹ്യ സേവകൻ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനസമ്മതനായിരിക്കണം, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവനായിരിക്കണം അല്ലെ. അതാണ് റിയൽ സോഷ്യൽ വർക്കർ ഈസ് എ പീപ്പിൾ പേഴ്സൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രഹസ്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഒട്ടും സാധിക്കാത്ത ആൾക്കാരെ നമ്മൾ ഒരു പേര് പറയും. എന്താണെന്നറിയാമോ? എ ബിഗ് മൗത്ത്. എ ബിഗ് മൗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രഹസ്യവും ഉള്ളിലിരിക്കൂല, ഇപ്പൊ മൊത്തം പാടിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് എ ബിഗ് മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ബി കെയർഫുൾ ഓഫ് വാട്ട് യു സേ ടു ഹെർ. നിങ്ങൾ അവളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. ബിക്കോസ് ഷീ ഹാസ് എ ബിഗ് മൗത്ത്. അവൾ എങ്ങനെയുള്ള ആളാണ്? അവളെല്ലാം പാടിക്കൊണ്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ സീക്രട്സും റിവീൽ ചെയ്യുന്ന ഒരു ആളാണ്. സീക്രട്ട് കീപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ്. കീപ് ദിസ് സീക്രട്ട് അവേ ഫ്രം ദ പേഴ്സൺ വിത്ത് ബിഗ് മൗത്ത്. കീപ് ദിസ് സീക്രട്ട് അവേ ഫ്രം എ പേഴ്സൺ വിത്ത് ബിഗ് മൗത്ത്. അതായത് ഈ രഹസ്യം ഇങ്ങനെ ഒത്തിരി രഹസ്യങ്ങൾ റിവീൽ ചെയ്ത് നടക്കുന്ന ആളിൽ നിന്ന് സംരക്ഷിക്കണം. അതായത് അയാളോട് പറയരുത് എന്നാണ് ഇതിനർത്ഥം. ഇനി പൈസ ഒട്ടും ചെലവാക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ നമ്മള് പിശുക്കന്മാര് അല്ലെ, മൈസേഴ്സ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ വേറൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എ ചീപ്പ് സ്കേറ്റ്. എ ചീപ്പ് സ്കേറ്റ് അതായത് പൈസ ചെലവാക്കാതെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകൾ. അപ്പൊ നമുക്ക് അത് സെന്റൻസുകളിൽ ഉപയോഗിക്കാം. My dad is such a cheapskate that he doesn't buy new clothes. My father is such a cheapskate that he doesn't buy new clothes. പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക പോലും ചെയ്യാത്ത ഒരു പിശുക്കനാണ് എൻ്റെ അച്ഛൻ. അടുത്ത സെന്റൻസ് നോക്കാം. Tell your husband not to be a cheapskate. Tell your husband not to be a cheapskate. അതായത് നിന്റെ ഭർത്താവിനോട് ഒരു പിശുക്കനാകാതിരിക്കാനായിട്ട് പറയുക. ഇനി ചെറിയ വട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയില്ല, അതായത് ചില സ്ക്രൂ ഇളകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതായത് ഇച്ചിരി കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയ പോലെയൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകളെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ്പ്രഷൻ നോക്കാം. ഹാവ് എ സ്ക്രൂ ലൂസ്. ഹാവ് എ സ്ക്രൂ ലൂസ്. ഒരു സ്ക്രൂ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. യു മസ്റ്റ് ഹാവ് എ സ്ക്രൂ ലൂസ് ടു കീപ് സോ മെനി ഡോഗ്സ്. യു മസ്റ്റ് ഹാവ് എ സ്ക്രൂ ലൂസ് ടു കീപ് സോ മെനി ഡോഗ്സ്. അതായത് കുറച്ച് പട്ടികളൊക്കെ നമുക്ക് വീട്ടിൽ വളർത്താം, പക്ഷെ ഒത്തിരി പട്ടികളെ നമ്മൾ വളർത്തിയാലോ അപ്പൊ നമ്മൾ പറയും അയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ക്രൂ ലൂസ്. Have a screw loose. Anyone who approves that purchase must have a screw loose. Anyone who approves that purchase must have a screw loose. അതായത് ഈ പർച്ചേസ്, ഈ വാങ്ങൽ, ഇതിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ തലക്ക് കുഴപ്പമുണ്ട്. അതായത് ചിലപ്പോ ഒത്തിരി പൈസ കൊടുത്തൊരു ചെറിയ സാധനമായിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോഴേക്കും അങ്ങനെ കുറച്ച് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യൂലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തീർത്തും ബലഹീനനായിരിക്കുന്ന ആളുകൾക്ക് പറയുന്നൊരു പേരാണ് എ വിംബ്. എ വിംബ്. അപ്പൊ ഈ വിംബ് എന്ന് പറയുന്ന ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. I was too much of a wimp to confront him. I was too much of a wimp to confront him. അതായത് അവനെ അഭിമുഖീകരിക്കാനായിട്ട് ഉള്ള ശക്തിയോ അതോടൊപ്പം തന്നെ ആത്മവിശ്വാസമോ എനിക്കില്ല എന്നാണ് ഇതിനർത്ഥം. She is too much of a wimp to go rock climbing. She is too much of a wimp to go for റോക്ക് ക്ലൈംബിങ്. അതായത് പാറകളിൽ ഇങ്ങനെ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല സ്ട്രെങ്ത്തും വേണം, അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസും വേണം. അപ്പൊ ഈ രണ്ട് കാര്യം ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ആ കാര്യത്തിന് പോകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അവൾ എന്താണ്? വിംബ് ആണ്. ഭയങ്കര സ്റ്റുപ്പിഡായിട്ട് തോന്നുന്ന ആൾക്കാർ, സ്റ്റുപ്പിഡായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വേറൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ഡിപ്സ്റ്റിക്.
ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുപ്പിഡ് പേഴ്സൺ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഈ എക്സ്പ്രഷൻ സെന്റൻസുകളിൽ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ദീപ ഡോണ്ട് ബി എ ടോട്ടൽ ഡിപ്സ്റ്റിക്. ദീപ ഡോണ്ട് ബി എ ടോട്ടൽ ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നീ തികച്ചും വിഡ്ഢിയായിട്ട് മാറരുത് ദീപ എന്നാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ ഡിപ്സ്റ്റിക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിയാകാൻ എനിക്ക് ആഗ്രഹമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ ഡിപ്സ്റ്റിക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പേഴ്സണാലിറ്റിയും ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി എക്സ്പ്രഷൻസ് പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക. ഇനി വീണ്ടും അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.